യാത്രക്കാരുടെ ടിക്കറ്റ് ബുക്കിംഗ് വേഗത്തിലാക്കാൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് റെയിൽവേ മന്ത്രാലയം. ഏകദേശം 4 പതിറ്റാണ്ട് പഴക്കമുള്ള നിലവിലെ ടിക്കറ്റ് റിസർവേഷൻ സംവിധാനത്തിന് പകരം പുതിയ ഹൈടെക് സംവിധാനം നടപ്പിലാക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തയ്യാറാകുന്ന സംവിധാനത്തിലൂടെ ട്രെയിൻ ടിക്കറ്റുകൾ ഇപ്പോഴത്തേതിനേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ വാദം. ദൂരയാത്ര ട്രെയിനുകളുടെ റിസർവ് ടിക്കറ്റുകൾ സ്റ്റേഷനുകളിൽ എത്തി ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നിലവിലെ സോഫ്റ്റ്വെയർ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇതിനെ പൂർണ്ണമായും മാറ്റി പുതിയ സംവിധാനം കൊണ്ടുവരുന്നതോടെ ബുക്കിംഗ് കൗണ്ടറുകളിൽ ടിക്കറ്റ് നൽകുന്ന ജീവനക്കാർക്ക് വളരെ വേഗത്തിൽ ടിക്കറ്റുകൾ നൽകാൻ സാധിക്കും. ഇതോടെ സ്റ്റേഷനുകളിലെ നീണ്ട നിരകളും യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗണ്യമായി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം നടപ്പിലാകുന്നതിനായി ഏകദേശം 1000 കോടി രൂപ ചെലവാകും. ദിവസേന ഏകദേശം 2.5 കോടി യാത്രക്കാരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത് എന്നതിനാൽ അവരുടെ സൗകര്യം മുൻനിർത്തിയാണ് ഈ സാങ്കേതിക നവീകരണം നടപ്പാക്കുന്നതെന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി. ടിക്കറ്റ് റിസർവേഷനിൽ നടക്കുന്ന തട്ടിപ്പുകളും ഇടനിലക്കാരുടെ ഇടപെടലും അവസാനിപ്പിക്കുകയാണ് പുതിയ സംവിധാനത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളിൽ തത്കാൽ ടിക്കറ്റുകൾ ഇടനിലക്കാർ കൈക്കലാക്കുന്ന പ്രവണത തടയാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനാണ് പദ്ധതി. പുതിയ സംവിധാനത്തിലൂടെ ഓൺലൈൻ വഴിയും ബുക്കിംഗ് കൗണ്ടറുകളിലൂടെയും ടിക്കറ്റ് എടുക്കുന്നത് കൂടുതൽ എളുപ്പമാകും. നിലവിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഇടനിലക്കാരുടെ ഇടപെടൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം. കൂടാതെ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രശ്നം കുറയ്ക്കാനും ഓരോ യാത്രക്കാരനും കൺഫേംഡ് ടിക്കറ്റ് ലഭിക്കുന്ന രീതിയിലേക്ക് സംവിധാനത്തെ മെച്ചപ്പെടുത്താനുമാണ് റെയിൽവേ ശ്രമിക്കുന്നത്. റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം സെന്ററിൽ പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അടുത്ത മാസം തന്നെ ഇത് ആരംഭിക്കാനും ജൂൺ മാസത്തോടെ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുവാനുമാണ് സാധ്യതയെന്നാണ് അധികൃതർ പറയുന്നത്. പുതിയ സിസ്റ്റം ഒരു കമ്പനിയോ വെണ്ടറിന്റെയോ മാത്രം ആശ്രയിച്ച് ഇരിക്കുകയില്ല. മൾട്ടി ലിംഗ്വൽ ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനമായിരിക്കും ഇത്. നിലവിൽ ഒരു മിനിറ്റിൽ ഏകദേശം 25,000 ടിക്കറ്റുകൾ മാത്രമാണ് നൽകാൻ കഴിയുന്നത്. പുതിയ സംവിധാനത്തിലൂടെ ഇത് ഒരു മിനിറ്റിൽ 1,25,000 ടിക്കറ്റുകളായി ഉയരും. ഇതോടെ ഓൺലൈൻ ബുക്കിംഗിലെ തടസ്സങ്ങളും കൗണ്ടറുകളിലെ തിരക്കും ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ സംവിധാനത്തിലെ പോരായ്മകൾ ഉപയോഗിച്ച് ഇടനിലക്കാർ പ്രത്യേക ആപ്പുകളും വെബ്സൈറ്റുകളും വഴി ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന പ്രവണതയും പുതിയ സംവിധാനത്തിലൂടെ തടയാൻ സാധിക്കുമെന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. സാങ്കേതിക നവീകരണത്തോടെ യാത്രക്കാർക്ക് കൂടുതൽ വേഗമുള്ളതും സുരക്ഷിതവുമായ ടിക്കറ്റിംഗ് സംവിധാനം ലഭ്യമാക്കും എന്നാണ് പ്രതീക്ഷ.